ഞാൻ സ്റ്റേജ് കണ്ടപ്പോഴാണ് വിചാരിച്ച് ഇത്രയും വലിയ ആളാണോ ഇങ്ങനെ ഇരുന്നതെന്ന്. അപ്പൊ ഞാൻ ആദ്യം ഞാൻ അപ്പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകുന്നതായിരിക്കും, അകത്താണ് വേടം കാണുന്നത്. അപ്പൊ പിന്നെയാണ് ഫേസ് കണ്ടപ്പോ അവരല്ലേ ഇത്ര റോഡിൽ വന്നു കൂടെ രണ്ടുപേരും. അവർക്കും അവരെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാൾ ഇങ്ങനെ, പക്ഷെ അവർ മലയാളീസ് ആണ്, കേരളീസ് ആണ്. അപ്പൊ അവർക്ക് ഈ പുള്ളിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരാൾ ഫോട്ടോഗ്രാഫർ, ഇന്നൊരാള് മ്യൂസിക് ബാൻഡിലുള്ള ആള്. അപ്പൊ ആ പുള്ളി പോകുമ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ആളാണ്. ഒറ്റ ദിവസത്തിലുള്ള കോൺവെർസേഷനിൽ രണ്ടുപേരും സെറ്റ്. പിന്നെ അവരും ഈ പുള്ളിയൊക്കെ ഇങ്ങനെ വന്നത് കണ്ട് നെട്ടിപ്പോയി. ഈ പുള്ളിയാണോ ഇങ്ങനെ വന്നത്? അങ്ങനെ നല്ല സിംപ്ലിസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു രോഗാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? അതായത് ആദ്യം ജനിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഡിസ്ചാർജ് സമയത്തിൽ എല്ലാം ക്ലിയർ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്കും ഒരു നോർമൽ ബേബീനെ പോലെയാണ് നമ്മൾ അങ്ങനെ ജസ്റ്റ് നോർമൽ ലൈഫിലോട്ട് അങ്ങനെ ഇരുന്നു. അവൻ ശരിക്കും അവന്റെ ഫേസ് കണ്ട് നോർമൽ ഒരു പാരന്റ്സ് പോലെ. അപ്പോൾ 8 മന്തിൽ ഒരു ഫീവർ വന്നു. ആ ഫീവർ മാറിയില്ല, കണ്ടിന്യൂസ് ഫീവർ ആയിരുന്നു. ഫീവർ ആൻഡ് കോൾഡ്, അങ്ങനെ മരുന്ന് കൊടുത്താലും ലിവർ തന്നെ ഡാമേജ് ആവും. അതല്ലാതെ അവന്റെ ഇതിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരത്തില്ല. പിന്നെ ബെഡ് റെസ്റ്റ് പോലെ ആയി. അങ്ങനെ 1.5 വയസ്സിലാണ് MRI എടുത്തത്. MRI എടുത്തപ്പോൾ അവർ പറഞ്ഞു മോന് സെറിബ്രൽ പാൽസി, ബ്രെയിനിൽ പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ അവന് മരുന്നും കൊടുക്കാൻ പറ്റത്തില്ല, ലിവറിൽ പ്രശ്നം ഉള്ളതുകൊണ്ട്. ഒരു ആന്റിബയോട്ടിക്, ഒരു ഫീവർ വന്നാലും സ്പോഞ്ചിങ് മാത്രം ചെയ്യണം. 105 മുകളിൽ ഫീവർ പോയിട്ടുണ്ട്, ഫിക്സ് വന്നിട്ടില്ല. എന്നാലും എപ്പോ ഫിക്സ് വരുമോ എന്തോ അങ്ങനത്തെ ഒരു പേടിയിൽ നമ്മളിങ്ങനെ സ്പോഞ്ചിങ് ചെയ്തോണ്ടേയിരിക്കും, ഉറങ്ങൂല. ഏത് സമയം എന്ന് വെച്ചാൽ 105 ക്രോസ് ആയ ഏത് സമയത്ത് വേണമെങ്കിൽ ഷിവറിങ് ഫിക്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇവന്മാർക്ക് ഫിക്സ് വന്നാൽ വീണ്ടും ഇവർ താഴോട്ട് പോകും, ആൾറെഡി ബ്രെയിനിൽ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഫിക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങാതിരുന്ന് 2-3 ദിവസം കണ്ടിന്യൂസ് സ്പോഞ്ചിങ് ആയിരിക്കും. ഇങ്ങനെ ഈ മറ്റേ വെറ്റ് ക്ലോത്ത് വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടേ ആയിരിക്കും. ആന്റിബയോട്ടിക്സ് ഒന്നും അവർ ഡോക്ടർ കൊടുക്കൂല, ലിവർ ഓൾറെഡി ഡാമേജ് ആയതുകൊണ്ട്. പിന്നെയാണ് അവർ പറഞ്ഞത് ഇനി ഇവന് 4 വർഷത്തിന് ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ രക്ഷിച്ചോളൂ. അങ്ങനെ അക്യുപഞ്ചറിലോ നല്ല പേടിച്ചു ആ സമയം. എന്ന് വെച്ചാൽ ഇവൻ നല്ല ഹെൽത്തിയാ പോയി, അവരിങ്ങനെയാണ് കൊണ്ട് തന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു, മൊത്തം ഇങ്ങനെ ടോട്ടലി നെക്കില് പോലും നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യണം. ആദ്യം നെക്ക് കൺട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പനി വന്ന് ബെഡ് റെസ്റ്റ് ആയി മൊത്തം ഇങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ മെഡിസിനും ചെയ്യാൻ പറ്റത്തില്ല, എവിടെ കൊണ്ടുപോകാനോ ഏത് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചാലും ലിവർ എൻസൈംസ് കൂടുതലാണോ, മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയുന്നു. ഒന്നും പറ്റത്തില്ല. A to Z നമുക്ക് ഓപ്ഷൻസ് ഇല്ല. പിന്നെയാണ് ഈ അക്യുപഞ്ചറിലോട്ട് അങ്ങനെ പോയി. പുതുക്കോട്ടയില് നിത്യാനന്ദ അവര് നല്ല ഇത് പതുക്കെ ഇവന്റെ ബോഡി കണ്ടീഷൻസ് ഒക്കെ കുറച്ച് മാറാൻ തുടങ്ങി. അന്ന് തൊട്ട് നമ്മൾ 5 ഇയേഴ്സ് ടോട്ടൽ ഹോസ്പിറ്റൽ, കുറച്ച് ദിവസം അക്യുപഞ്ചർ, പിന്നെ മയോപതി തിരുനെൽവേലി മറ്റേ നെപ്പോളിയൻ സാറുടെ മോന് അവരുടെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, അവിടെ പോയി 1 ഇയർ. ഇങ്ങനെ ഓരോരോ ആൾക്കാരും പറയുന്നത്. ഇപ്പോൾ ഓരോരോ ഫംഗ്ഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ ഓരോരോ ഡോക്ടർ പറയും. ഈ ഒരു 10 ഡോക്ടറിൽ നമ്മൾ ഓരോ ഡോക്ടറെ സെലക്ട് ചെയ്യും, അവിടെ പോകും. ഇങ്ങനെ ഓരോരോ ഇതിലും പോവും. അവിടെ വാടകയ്ക്ക് വീടെടുക്കും. ഇങ്ങനെ തമിഴ്നാട് മൊത്തം ചുറ്റി കറങ്ങി. കോവിഡ് വരെ. കോവിഡ് കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നു. ഇവിടെ കേരളത്തിൽ അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നു. പൂജപ്പുരയിലായിരുന്നു. പിന്നെ അവിടുത്തെ ആയുർവേദം ഇവന് സെറ്റായില്ല, ലിവർ ഇത് വീണ്ടും കൂടുതലായി. പിന്നെ PRS ഹോസ്പിറ്റൽ, അങ്ങനെ ഓരോരോ ഹോസ്പിറ്റലായിട്ട് പോയി അനസ്തീഷ്യ ഫിറ്റ്നസ് കിട്ടാതെ പിന്നെ വീണ്ടും കിംസിലോട്ട് വന്നു. അങ്ങനെയാണ്. ഇപ്പം ഓരോ തെറാപ്പീസ് കഴിയുമ്പോഴും ഓരോ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. സ്റ്റേജ് ഷോസ് കാണുമ്പോഴാണെങ്കിലും വിജയുടെ മൂവി കാണുമ്പോഴാണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഒരു ടൈമില് ഇത്തരം ഒരു ഭയങ്കര ഒരു ഹോസ്പിറ്റലും ആ ഒരു സ്റ്റേജൊക്കെ ആയിട്ട് നടന്നിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തകർന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് ഓവർകം? പുറത്ത് കാണിക്കൂല, പക്ഷെ അകത്തോട്ട് അടുത്ത നാളെ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി ഇവൻ അങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ചൈൽഡിനെ വെച്ച് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ അക്സെപ്റ്റ് ചെയ്ത ശേഷം പബ്ലിക് ഇന്ററാക്ഷൻ ആണ് നമുക്ക് കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഇപ്പൊ ഒരു മാരേജ് ഫംഗ്ഷൻ പോയാലും ഒരു ചർച്ചിൽ പോയാലും നമ്മുടെ പള്ളിയിൽ പോയാൽ എനിക്ക് അതാണ് കൂടുതൽ വിഷമായത്. ഇപ്പൊ നമ്മൾ പള്ളിയിൽ ഇത്രേ നാൾക്കൾ പോയിക്കൊണ്ടിരുന്ന ഫാമിലി പോലെയാണ്.
അപ്പൊ അവിടെ പോയാലും അവിടത്തെ ആൾക്കാർ നമ്മളെ റിജക്ട് ചെയ്യുമ്പോൾ ഓരോരോ ആളായിട്ട് ചോദിക്കും. ഒന്ന് ഞാൻ ഇവനെ ഇങ്ങനെ നടത്തുമ്പം ഞാൻ പള്ളിയിൽ ഇങ്ങനെ ശകലം ഇങ്ങനെ നടത്തുമ്പോൾ അപ്പൊ അവര് പറയും മോന് ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് വീട്ടില് വിട്ടിട്ട് വരാനായിരുന്നു അങ്ങനെ. അപ്പൊ നമ്മുടെ സ്വന്തം മോനെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ വിട്ടിട്ട് നമുക്ക് ഇവിടെ പള്ളിയിൽ പോകാനുള്ള എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അപ്പൊ പിന്നെ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. കല്യാണ വീട്ടിൽ പോകുമ്പോ അവിടത്തെ എന്താ പറയാ നമ്മള് കഴിക്കുമ്പോഴൊക്കെ നമ്മള് ആഹാരം കഴിക്കുമ്പം പെട്ടെന്ന് കഴിക്കണം. അടുത്തടുത്ത നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവന്റെ ഷർട്ടിലൊക്കെ ആവും. അപ്പോൾ അവിടെയും ചില പേര് ചോദിക്കും, ഇവന് ഒരു പാർസൽ മേടിച്ച് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമല്ലോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പം നമുക്ക് ഇങ്ങനെ തോന്നും, സ്വന്തം മോനെ ഒരു കല്യാണത്തിന് കൊണ്ടുവരാതെ നമ്മൾ മാത്രം പട്ടുകൊടുത്തിട്ട് കല്യാണത്തിന് പോയി എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അങ്ങനെ നമുക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഒരു 4-5 വർഷത്തിന് ഒരു കല്യാണ വീട് ഒന്നിനും പോയില്ല, എല്ലാം അവോയ്ഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഇപ്പം വീണ്ടും ഇവന്റെ ഇത് എക്സ്പോസ് ആവാൻ തുടങ്ങി. അപ്പൊ നമ്മളിപ്പോ എവിടെ പോയാലും റിഷോൺ എവിടെ, ഇവനെയാണ് ആദ്യം എല്ലാവരും ചോദിക്കുന്നത്. എല്ലാ സ്ഥലത്തിലും കൊണ്ടുപോകും. ഈ റിലേറ്റീവ്സിന്റെ ഒക്കെ ഇടയ്ക്കുന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ഫാമിലി നല്ല സപ്പോർട്ടബിൾ ആയിരുന്നു. അച്ഛന്റെ ഫാമിലി അത്ര കോണ്ടാക്ട് ഒന്നും ഇല്ല. അമ്മയുടെ ഫാമിലി ഇവനെ എവിടെ കൊണ്ടുപോയാലും സപ്പോർട്ട്. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കേരളത്തിന് വന്നതിന് ശേഷം. ആക്ച്വലി ഇവനെ ഈ പബ്ലിക് എക്സ്പോസ് ചെയ്യാൻ കാരണമേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കംഫർട്ട്. ഇപ്പൊ നാട്ടിലാകുമ്പം ഇപ്പോ അവന് അവിടെ ഞാൻ കൊണ്ടുപോയാ അയ്യോ ഇങ്ങനെ നമ്മള് എന്തോ ഒരു എന്താ പറയാ സിമ്പത്തറ്റിക് രീതിയിൽ നോക്കും. അപ്പൊ നമ്മളും തളർന്നു പോകും. ഇവിടെ ചിലവര് വേണമെന്ന് വെച്ച് ഇവനെ വാങ്ങിച്ച് നിർത്തി നോക്കും. ഇവിടെ ആവുമ്പം അത് വേറെ ഒരു രീതി. അവര് മോനും എടുക്കാനാണല്ലോ അപ്പൊ പോസിറ്റീവ് ഇത് കൊടുക്കുമ്പം അപ്പൊ ഞാൻ ആരും മൈൻഡ് ചെയ്യൂല, അങ്ങനെ ഇവിടെ ഫസ്റ്റ് ഒക്കെ ഈ ഇത് വരുന്ന മുമ്പ് വിജയ് സാറിന്റെ മീറ്റിനൊക്കെ മുമ്പ് നമ്മളെ ലൂലു മാളിലൊക്കെ കൊണ്ടുപോകും. ആരും സിമ്പതി നോക്കൂല, മൈൻഡ് ചെയ്യും. ചില അതാണ് പക്ഷെ ആശ്വാസം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതായത് ജസ്റ്റ് ഒരു നോട്ടം ആണെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഇപ്പൊ ചില പേര് ഇങ്ങനെ നോക്കിയാലും പോസിറ്റീവ് ആയിട്ട് തന്നെ പറയും, നെഗറ്റീവ് ആയിട്ട് ആരും പറയും. അല്ലെങ്കിൽ നോക്കേ ചെയ്യണ്ട, അവരവരുടെ വഴിക്ക് നോക്കിയാ വന്ന് പറയും. ചില ഏജ്ഡ് പേഴ്സൺസ് എന്ന് പറയും മോൻ എന്ത് പറ്റി, മോന് പെട്ടെന്ന് നന്നാവും, നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ നമുക്കൊരു കോൺഫിഡന്റ് കിട്ടും. ഓക്കെ പോസിറ്റീവ്. ഇതുപോലത്തെ പിള്ളേർക്കൊക്കെ ജീവിതം നേരാണെങ്കിൽ ഈ സൊസൈറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവണം. ഒരു വീൽ ചെയർ കണ്ടാലേ അവര് എന്തോ ഒരു അതായത് ഡിസബിലിറ്റി ഡിഫറെന്റ്ലി ഏബിൾഡ് അങ്ങനെ അവർ പറയാതെ എബിലിറ്റി ഇല്ല അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ്. ഇപ്പൊ ഇവന് സ്വിമ്മിങ് പോവും, ജിമ്മിന് പോകുന്നുണ്ട്, ഇങ്ങനെ എല്ലാം മൾട്ടിപ്പിൾ ഇത് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ വേറൊരു കുഞ്ഞ് നോർമലായിട്ട് ഒരു കുഞ്ഞ് ഇവനെ നോക്കിയിട്ട് അവരുടെ അമ്മയെ അച്ഛനടുത്ത് ചോദിക്കുന്നു, അവരവിടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെ അപ്പൊ ഇവന് ഡിഫറെന്റ്ലി ഇവനെ കൊണ്ട് പറ്റും. ജിമ്മിലൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇവന് എല്ലാം ട്രൈ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവര് ഡിസേബിൾഡ് അല്ല, ഡിഫറെന്റ്ലി ഏബിൾഡ്. എല്ലാം നമ്മളെ കൊണ്ട് പറ്റാതെ അവരെ കൊണ്ട് പറ്റും. പക്ഷെ ഫിസിക്കലി അവര് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ബാലൻസ് കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഡെയിലി റൊട്ടീനിലോട്ട് അവനെ ശീലിച്ചെടുക്കണം, അന്ന് അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും തെറാപ്പീസ്. പിന്നെ പറ്റുന്ന രീതിക്ക് അവന്റെ ടാലൻസ് പുറത്ത് കൊണ്ടുവരണം. ഇനി എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ? ഇവിടെ തന്നെയാണ്, ട്രിവാൻഡ്രത്ത് തന്നെയാണ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ? ട്രീറ്റ്മെന്റ്സ് ഒരു സൈഡിലോട്ട് പോകുന്നു. അതിനേക്കാളും ബെറ്റർ ഡാൻസും സ്റ്റേജ് ഷോയും. അതിലൂടെയാണ് ഈ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോ ആ മിററിൽ ഇവനെ കാണുമ്പം ഇവൻ ഓട്ടോമാറ്റിക്കലി ചിരിക്കാൻ തുടങ്ങും. ആ മിററിൽ ഇവൻ ഇങ്ങനെ നിമിർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവന് കോൺഫിഡൻസ് വരും. പിന്നെ അവിടുത്തെ പാട്ടിന്റെ ഒരു വൈബ് ഭയങ്കര സൗണ്ട് ആയിട്ട് പാട്ടിരിക്കും. ഏതൊരു സ്ലോ സോങ് ആയാലും അവിടെ സ്പീക്കറിലൊക്കെ ഇടുമ്പോൾ ആ എൻജോയ് ചെയ്യും. അങ്ങനെ അതാണ് ബെസ്റ്റ് തെറാപ്പി നമുക്ക് തോന്നുന്നു. അത് തന്നെയാണ് ബെസ്റ്റ് തെറാപ്പി. കിംസിലും ഡോക്ടർ പറഞ്ഞു അവനുള്ള ബെസ്റ്റ് ഇത് ഡാൻസിങ്, അവന് ഇഷ്ടമുള്ള സ്വിമ്മിങ്, അങ്ങനെ പോട്ടെ. പറ്റുമെങ്കിൽ ഹോഴ്സ് റൈഡിങ് കൂടെ പഠിച്ചു കൊടുക്കണം. ഇനി ഹോഴ്സ് റൈഡിങ് ഇവിടെ നമ്മള് തിരക്ക് നടക്കുന്നു, വേദിയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പുള്ളിനെ പോയി നോക്കി സംസാരിക്കണം. ഹോഴ്സ് റൈഡിങ് കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? A to Z അവനെ എല്ലാം നമ്മൾ കൊണ്ടുപോയാൽ മതി അവനെ.
ഈ വേടന്റെ വീഡിയോ വന്നപ്പോഴേക്കും കാണിച്ചു കൊടുത്തായിരുന്നു ആൾക്ക്. ഭയങ്കര അവന് ഒരു എന്ത് പറയാൻ ഒരു ചേട്ടനെ പോലെ മാമ എന്നാണ് ഡയറക്റ്റ് വിളിക്കുന്നത്. പക്ഷെ അവന് രണ്ടുപേരെയും വെച്ച് നമ്മൾ സ്ട്രൈറ്റ് കാണുമ്പം ഒരു ബ്രദേഴ്സ് പോലെ. അപ്പൊ ഇനിയിപ്പൊ എന്തായാലും കൊറേ പ്രോഗ്രാംസിനൊക്കെ ആളെ കൊണ്ടുപോയി എന്താ പറയാ ആ ഒരു എനർജി ഉള്ളിലേക്ക് എവിടെയൊക്കെ ഒരു ഫയർ ഉണ്ട് ആൾക്ക്, അത് പെട്ടെന്ന് അതെ വരട്ടെ. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. കുറെ സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ ആൾക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.